വേലിപ്പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സൈന്യം ഏകദേശം ഉച്ചയോടെ തന്നെ ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് കൂടുതൽ വാഹനങ്ങൾ ഈ മുണ്ടക്കൈ ഭാഗങ്ങളിലേക്ക് അടക്കം എത്തിക്കുക, ഹിറ്റാച്ചി JCB അടക്കമുള്ള വാഹനങ്ങൾ എത്തിക്കാനും കൂടുതൽ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും ആൾക്കാരെയും എത്തിക്കാനുള്ള ഒരു സർവ്വസന്നാഹം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ സമാന്തരമായി ഒരു നടപ്പാലവും ഏതാണ്ട് നിർമ്മിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അർജുനൊന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഒപ്പം ഈ മരണസംഖ്യ ഓരോ നിമിഷവും വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ 226 എന്നുള്ള ഒരു സംഖ്യയാണ് ഏറ്റവും ഒടുവിലായി അനൗദ്യോഗികമായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഇപ്പോൾ കൂടുതൽ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത, അത്തരത്തിലുള്ള ഒരു ദൗർഭാഗ്യകരമായ വാർത്തകൾ തന്നെയാണ് സ്വാഭാവികമായി നമുക്ക് പ്രതീക്ഷിക്കാനും സാധിക്കും. ഒപ്പം കൂടുതൽ ഒറ്റപ്പെട്ടവരെ റിസോർട്ടുകളിലായാലും ഹോം സ്റ്റേകളിലായാലും ഒറ്റപ്പെട്ടവരെ ഇന്ന് തന്നെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് ബന്ധപ്പെട്ടവർ പങ്കുവെക്കുകയും ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായും KP അത് തന്നെയാണ്. ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കുവാനുള്ള നടപടികളാണ്. അതുപോലെ തന്നെ മരണസംഖ്യ ഉയരുന്ന കാര്യം, ഈ മുണ്ടക്കൈ ഭാഗത്തേക്കൊക്കെ നിരവധി മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിക്കാനുണ്ട് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം രക്ഷാപ്രവർത്തനത്തിനായി അവിടെ പോകുമ്പോഴൊക്കെ ഈ കെട്ടിടങ്ങൾ തകർന്നും അതോടൊപ്പം തന്നെ ഈ മൺകൂനകളും ഈ പാറകളുമൊക്കെ വന്ന് പതിച്ച് അവിടെ നിന്നും കൊണ്ടുവരുവാൻ പറ്റാത്ത രീതിയിലേക്ക് അയക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഈ റിസോർട്ടുകളിലൊക്കെ ഇനി ആരെങ്കിലും കുടുങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ അവരെയും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഈ ചുമതലപ്പെട്ടവർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ പാലത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നേരത്തെ അർജുൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിനായി ഈ സേനാംഗങ്ങളും അതോടൊപ്പം NDRFന്റെ സംഘവും ഒക്കെ ഈ താൽക്കാലികമായി ആദ്യം നിർമ്മിച്ച പാലത്തിലൂടെ അക്കരയിലേക്ക് എത്തിയിരിക്കുന്നു, ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ചെറിയ പാലം കൂടെ സൈന്യം രാത്രിയോടുകൂടി നിർമ്മിച്ചിട്ടുണ്ട്, താൽക്കാലികമായി ഒരു നടപ്പാത. അതോടൊപ്പം തന്നെയാണ് ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇവിടെ ഒരു കോൺക്രീറ്റ് പാലം ഉണ്ടായിരുന്നു, അത് ഈ ഉരുൾപൊട്ടലിൽ തകർന്ന് വീണതോടെയാണ് ഒരു സംവിധാനവും അങ്ങോട്ടേക്ക് എത്താൻ പറ്റാതെയായത്. എന്തായാലും ഈ പുഴയ്ക്ക് കുറുകെ വടം കെട്ടിയും താൽക്കാലിക പാലം സ്ഥാപിച്ചുമൊക്കെയാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഈ സാവധാനം മാത്രമേ അവിടേക്ക് എന്തെങ്കിലും എത്തിക്കാൻ പറ്റുമെങ്കിലും അല്ലെങ്കിൽ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ സാധിക്കുകയുണ്ടായിരുന്നുള്ളൂ. ഈ മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമായി തുടരണമെങ്കിൽ ഇത്തരമൊരു പാലം ആവശ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഈ മുണ്ടക്കൈയിലേക്ക് യന്ത്രസാമഗ്രികൾ ഉൾപ്പെടെ എത്തിക്കേണ്ട കാര്യമുണ്ട്. കാരണം അവിടെയൊക്കെ ഈ തിരച്ചിലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാനും അതോടൊപ്പം തന്നെ പെട്ടെന്ന് വാഹനങ്ങളും കൂടെ അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഈ ബെയിലി പാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 190 അടിയാണ് ഈ ചുരൽമലയിലുള്ള ഈ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാലത്തിന്റെ നീളം. അതോടൊപ്പം തന്നെ 24 ടൺ ഭാരം വഹിക്കാൻ ഈ പാലത്തിന് കഴിയുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ നീളം കൂടുതൽ ആയതിനാൽ തന്നെ ഈ പുഴയ്ക്ക് മധ്യത്തിലായി എന്തെങ്കിലും ഒരു താങ്ങ് കൊടുത്തുകൊണ്ടാണ് ഇത് നിർത്താൻ സാധിക്കുക എന്നുള്ള കാര്യവും മനോജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകദേശം 190 മീറ്ററോളം അത്തരത്തിൽ ദൈർഘ്യമേറിയ ഒരു പാലമാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ മുകളിലൂടെ ഭാരമേറിയ വാഹനങ്ങളടക്കം കടത്തിവിടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലും അതിൻ്റെ ഫലം ഉറപ്പാക്കിക്കൊണ്ടുള്ള അത്രത്തോളം സുസജ്ജമായ രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവൃത്തികൾ തന്നെയാണ്. ഒരു പഴുതുകളും ഇല്ലാത്ത തരത്തിലുള്ള സൂക്ഷ്മതയോടെയാണ് ഈ ഒരു പാലത്തിൻ്റെ നിർമ്മാണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ തുടങ്ങിയ പാലത്തിൻ്റെ നിർമ്മാണം ഇങ്ങനെ വിശ്രമമില്ലാതെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ? അതോടൊപ്പം തന്നെ രാത്രിയോടെ തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയോടൊക്കെ തന്നെ ഈ സാധനങ്ങൾ ഇവിടെ എത്തിയിരുന്നു. ഈ കണ്ണൂരിലെത്തിയ രണ്ടാമത്തെ വിമാനത്തിൽ നിന്നുള്ള സാമഗ്രികളടക്കം 15 ട്രക്കുകളിലായി രാത്രിയോടുകൂടിയാണ് ഇവിടേക്ക് എത്തിയത്. അതോടൊപ്പം ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗവും ഇതിനു വേണ്ട സാമഗ്രികൾ എത്തിയിട്ടുണ്ട്. ഈ ഒരു നിർമ്മാണ പ്രവർത്തനം, അതായത് ഈ പാലത്തിന്റെ ഫ്രെയിമുകൾ തന്നെ ഉരുക്ക് കൊണ്ട് ഉള്ളതാണ്. ഈ ഉരുക്ക് കൊണ്ടാണ് ഇത്രയധികം ഒരു കാഠിന്യമുള്ള ഒരു ലോഹവസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പാലം നിർമ്മിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ 24 ടൺ ഭാരം വഹിക്കാൻ കഴിയുമെന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതിലൂടെ വാഹനങ്ങൾക്ക് കടന്നു പോകുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇനി നിർമ്മിക്കേണ്ടത്. എന്തായാലും ഈ ഒരു ഫ്രെയിമിൻ്റെ നിർമ്മാണം ഏകദേശം പൂർത്തിയായിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ തന്നെ അങ്ങേയറ്റം വരെ എത്തിക്കുവാൻ വേണ്ടി സൈന്യത്തിന് കഴിഞ്ഞു. രാവന്തിയോളം ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടാണ്, അതായത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇവിടെ ആ സമയത്തും, അതായത് അർദ്ധരാത്രി സമയത്തും ഈ പുലർച്ചെയും ഒക്കെയാണ് കൂടുതലായും ഈ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായത് തന്നെ പുലർച്ചെയാണ്. അത്തരത്തിൽ ആ ഒരു അപകടകരമായിട്ടുള്ള
ഒരു സ്ഥലം വീണ്ടും കഴിഞ്ഞ ദിവസവും ഒരു ആശങ്കയുണ്ടായിരുന്നു. ഇത്തരത്തിൽ മലവെള്ളപ്പാച്ചിൽ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തി എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ളവരൊക്കെ പറഞ്ഞത്. അതൊക്കെ തന്നെ വകവയ്ക്കാതെ, അതായത് ഇനിയും ജീവനുകൾ അവിടെ തുടിക്കുന്നുണ്ടെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ സൈന്യത്തിന് മുന്നിലുള്ളൂ. അവർ അതുകൊണ്ട് തന്നെയാണ് കൃത്യമായും ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പൂർണ്ണ സമയവും, അതായത് കഴിഞ്ഞ ദിവസം ഇവരാരും തന്നെ വിശ്രമിക്കുന്നത് നമ്മൾ കണ്ടിരുന്നില്ല. കാരണം എല്ലാ സൈനികരും ഈ ഒരു നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി കൃത്യമായും സൈനികരെ നിയോഗിച്ചിട്ടുള്ള സൈനികരും അതോടൊപ്പം തന്നെ ഈ NDRFിൻ്റെയും ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെയും ഒക്കെ സംഘം അങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. എന്തായാലും ഇനി രക്ഷാപ്രവർത്തനം ഈ പാലത്തിൻ്റെ നിർമ്മാണത്തോടു കൂടി തന്നെ കൂടുതൽ ഊർജിതമാക്കുവാൻ സാധിക്കും, കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുവാൻ സാധിക്കും, തിരച്ചിൽ അതിവേഗം നടത്തുവാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഈ സൈന്യത്തിൻ്റെ ഈ പ്രവർത്തനം. നമുക്ക് മനസ്സിലാക്കാം, ഈ അടിയന്തര സാഹചര്യങ്ങളിൽ പെട്ടെന്ന് എത്രയും വേഗം നിർമ്മിക്കാൻ പറ്റുന്ന പാലമാണ് ഈ ബെയിലി പാലം. അത് സൈന്യമാണ് പലയിടങ്ങളിലും, നേരത്തെ KP സൂചിപ്പിച്ചതുപോലെ തന്നെ റാന്നിയിൽ ഉൾപ്പെടെ ഇത്തരത്തിലൊരു പാലം, അവിടെ ഉണ്ടായിരുന്ന പാലം തകർന്നപ്പോൾ താൽക്കാലികമായി ഇത്തരത്തിലൊരു പാലം നിർമ്മിച്ചു. മാസങ്ങളോളം അതിലൂടെ വാഹനങ്ങൾ സഞ്ചരിച്ചു എന്നുള്ള കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇത്തരത്തിൽ ഉറപ്പുള്ള ഒരു പ്രതലം കൊണ്ട് ഇവിടെ ഈ പാലം നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ ഈ സംവിധാനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തിച്ച് രക്ഷാപ്രവർത്തനം അതിവേഗമാക്കുവാനുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മനോജ്, ഇപ്പോൾ ഈ ഫ്രെയിമിന്റെ നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിവേഗതയിലാണ് നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിന് മുകളിൽ പ്ലാറ്റ്ഫോമുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. അതിനുള്ള എല്ലാ സാധന സാമഗ്രികളും ഇടതടവില്ലാതെ അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് മനോജ് പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ അർജുനും സൂചിപ്പിച്ചതുപോലെ തന്നെ ബാംഗ്ലൂർ അടക്കമുള്ള ഈ സൈനിക ക്യാമ്പുകളിൽ നിന്നും ഈ എഞ്ചിനീയറിംഗ് വിഭാഗം അത് കൃത്യമായ രീതിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? തീർച്ചയായും KP, നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൃത്യമായിട്ടുള്ള ഏകോപനം. ഇതിൽ രക്ഷാപ്രവർത്തനത്തിനായാലും അതോടൊപ്പം തന്നെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാലും കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അതേപടി തന്നെ ഇവിടെയുള്ള സൈനികർ അത് ചെയ്യുന്നു എന്നുള്ളതാണ്. എഞ്ചിനീയറിംഗ് വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഉൾപ്പെടെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഈ ട്രക്കുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരുന്നു. രാത്രിയോളം ഈ വഴികളിലൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും ഈ പാലത്തിനായുള്ള സാധന സാമഗ്രികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയായിരുന്നു. അതൊക്കെ തന്നെ ആ ട്രക്കുകളിൽ നിന്നും ഇവിടേക്ക് കയ്യിലും ചുമലിലുമായി ചുമന്ന് ഇവിടേക്ക് ഈ ചളിയിലൂടെ നടന്നുകൊണ്ട് ഇവിടേക്ക് സൈനികർ എത്തിക്കുന്നു. തുടർന്ന് അതിനെ ഒത്തുചേർത്ത് പിടിപ്പിച്ചുകൊണ്ടാണ് അങ്ങേയറ്റം വരെ ഈ ഫ്രെയിം എത്തിച്ചിട്ടുള്ളത്. അതോടൊപ്പമാണ് ഇനി ഈ പ്ലാറ്റ്ഫോമിനായുള്ള സാമഗ്രികൾ അതുകൂടെ വച്ചു കഴിഞ്ഞാൽ, അത് കൃത്യമായും ചേർത്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് പോകുവാൻ വേണ്ടി സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇടതടവില്ലാതെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ നീളം കൂടുതലായതിനാൽ ഈ പാലത്തിന് നടുവിലൊരു താങ്ങ് ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള തൂണ് ആ പുഴയിലേക്ക് ഇറക്കേണ്ടതുണ്ട്. അത് അവിടെ സ്ഥാപിക്കണമെങ്കിൽ കൃത്യമായും ഈ പുഴയുടെ ഒഴുക്ക് അതിനെ ബാധിച്ചിരുന്നു. അത്തരമൊരു പ്രതികൂല കാലാവസ്ഥ നിലനിന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് താൽക്കാലികമായി പാലത്തിൻ്റെ നിർമ്മാണം കുറച്ചു നേരം നിർത്തിവെക്കേണ്ടി വന്നത്. എന്നാൽ വീണ്ടും അത് പുനരാരംഭിച്ചു. നിർമ്മാണ പ്രവർത്തനം വീണ്ടും അതിവേഗത്തിൽ തന്നെ മുന്നോട്ട് പോയി. അതോടൊപ്പം തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോടമഞ്ഞിറങ്ങുന്നുണ്ട്. ഈ മഴയുടെ സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയുണ്ട്. കാരണം ഇനി എത്രയും വേഗം ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി അക്കരയിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നേരത്തെ ആ റോപ്പ് സംവിധാനത്തിലൂടെയൊക്കെ തന്നെ അവിടെ നിന്നും ആളുകളെയും ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെ അതിലൂടെ കെട്ടിക്കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. വളരെയധികം കണ്ണീരോടുകൂടിയാണ് ഇവിടെയുള്ള നാട്ടുകാർ അതൊക്കെ നോക്കി നിൽക്കുന്നത്. അത്തരത്തിൽ മൃതദേഹങ്ങൾ ആ കയറിലൂടെ വലിച്ച് ഇപ്പുറത്തേക്ക് എത്തിക്കുന്നു. ഇവിടെ നിന്നും പെട്ടെന്ന് ഈ മേപ്പാടിയിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഈ ചളിയിലൂടെ നടന്നുകൊണ്ട് അവർ അവിടെ എടുത്തുകൊണ്ട് പോകുന്നു. എന്തായാലും ഈ ഒരു പാലം വന്നതോടുകൂടി പെട്ടെന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ സംവിധാനങ്ങളും വേഗത്തിലാക്കുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായി തന്നെ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു രക്ഷാപ്രവർത്തനം, അതായത്
ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരൊക്കെ നീങ്ങുന്നുണ്ട്. അവരൊക്കെ തന്നെ വരിവരിയായി തന്നെ ആ പാലത്തിലൂടെ നടന്നു നീങ്ങുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം വളരെയധികം പ്രതിസന്ധി ഉണ്ടായത് ആ താൽക്കാലികമായി നിർമ്മിച്ചിരുന്ന ഒരു പാലം, അത് ഈ വെള്ളം കൂടിയതോടുകൂടി, ഈ ഒഴുക്ക് ശക്തിയായതോടുകൂടി ആ പാലം മുങ്ങിപ്പോകുന്ന അവസ്ഥ, അത് ഒരു ഭാഗം തകരുന്ന ഒരു സ്ഥിതിയുണ്ടായി. ആ പാലത്തിലൂടെ കയറിൽ പിടിച്ചുകൊണ്ട് ഓരോരുത്തരായി അവിടെ മുണ്ടക്കൈ ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്ന നിരവധി ഈ രക്ഷാപ്രവർത്തകരാണ്, NDRFിൻ്റെയും ഒക്കെ നിരവധി പേർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഈ ചുരൽമലയുടെ അക്കരെ ഭാഗത്തു നിന്നും അവർക്ക് ഇക്കരയിലേക്ക് എത്തണമെങ്കിൽ ആ പാലത്തിലൂടെ മാത്രമേ സാധിക്കുകയായിരുന്നുള്ളൂ. ആ പാലത്തിലൂടെ കയറുകെട്ടി അതിൽ പിടിച്ചുകൊണ്ടാണ്, സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് അവർ ഇങ്ങോട്ടേക്ക് എത്തിയത്. അതോടൊപ്പം തന്നെ ഇന്ന് അതിനു വേണ്ടിയിട്ട് മറ്റൊരു താൽക്കാലിക സംവിധാനം കൂടെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ ബെയിലിപ്പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാവുന്നതോടുകൂടി അതിനൊക്കെ ഒരു പരിഹാരമാകുകയാണ്. പെട്ടെന്ന് തന്നെ അക്കരയ്ക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കും. രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കുവാൻ വേണ്ടി സാധിക്കും. എന്തായാലും മുണ്ടക്കൈ ഭാഗത്തോട്ട് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകർ നീങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടത്. അവിടെ ഇനി കൂടുതൽ മൃതദേഹങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. കാരണം പല കെട്ടിടങ്ങൾക്കുള്ളിലും ഇത്തരത്തിൽ ഈ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഈ പല മേഖലകളിലായാണ്, അതായത് മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ ഇത്തരത്തിൽ വീടുകൾ തകർന്ന സ്ഥിതിയിലാണ്. വീടുകൾക്കുള്ളിലേക്ക് വലിയ കല്ലുകൾ വന്ന് പതിച്ച് അവിടേക്ക് മണ്ണ് നിറഞ്ഞ ഒരു അവസ്ഥയാണ്. ആ ഒരു സ്ഥിതിയിൽ നിന്നും ഇനിയും ആരെങ്കിലും ജീവനോടെ ആ മണ്ണിലുണ്ടെങ്കിൽ, അതായത് ആ കെട്ടിടങ്ങൾക്കുള്ളിലുണ്ടെങ്കിൽ അവരെ എത്രയും വേഗം രക്ഷപ്പെടുത്തി ഇങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിലുള്ള ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് രാവിലെ മുതൽ തന്നെ ആരംഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ JCB ഈ ചുരൽമലയിലെ ഈ വെള്ളം ഒഴുകുന്ന ഭാഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാവിലെ മുതൽ അവിടെയും മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് മറ്റ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇനി ഏതെങ്കിലും മേഖലയിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന മേഖലയുണ്ടെങ്കിൽ, അതായത് ഈ മുണ്ടക്കൈ ഭാഗത്തോട്ട് പോകുന്ന ആ ഒരു റോഡ് തന്നെ നമുക്കറിയാം രണ്ടായി വേർപെട്ട് ഈ പാലം പോയതോടുകൂടി തന്നെ രണ്ട് മേഖലയായി, അതായത് ഈ പാലമായിരുന്നു ഈ ചൂരൽമലയും മുണ്ടക്കൈയും തമ്മിൽ യോജിപ്പിച്ചിരുന്നത്. ആ കോൺക്രീറ്റ് പാലമാണ് ഈ ഇവിടെ നമുക്ക് ദൃശ്യത്തിന് കാണാൻ സാധിക്കും. ഈ ബെയിലി പാലത്തിന്റെ വലിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സമാന്തരമായി ഒരു പാലം നടപ്പാത സൈന്യം നിർമ്മിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് പൂർണ്ണസജ്ജമായിട്ടുണ്ടല്ലേ? തീർച്ചയായും മറുകരയിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു നടപ്പാത ഇവിടെ കഴിഞ്ഞ ദിവസം സൈന്യം തന്നെയാണ് ഇതിൻ്റെയൊക്കെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത്. അവരിപ്പോൾ ഈ രക്ഷാ പ്രവർത്തനത്തിനായിട്ടുള്ള സംഘം അവിടേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ സൈന്യവും അവിടെയുണ്ട്. എന്തായാലും ആദ്യം നിർമ്മിച്ചിരുന്നുള്ള ആദ്യഘട്ടത്തിൽ എത്രയും വേഗം അവിടേക്ക് എത്തുവാൻ വേണ്ടി നിർമ്മിച്ച ഒരു താൽക്കാലികമായിട്ടുള്ള പാലമാണ് കഴിഞ്ഞ ദിവസം ഈ ജലം ഒഴുകിയെത്തിയപ്പോൾ തന്നെ അത് മുങ്ങിപ്പോകുന്ന അവസ്ഥയുണ്ടായത്. എന്നാൽ അതിനുവേണ്ടി സമാന്തരമായി ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നു. ആ പാലത്തിലൂടെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരടക്കം അങ്ങോട്ടേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടത്. അതോടൊപ്പം തന്നെ മറ്റ് ആ ഒരു കഴിഞ്ഞ ദിവസം ഈ വെള്ളം കയറിയ പാലവും ഇപ്പോൾ ഇക്കരയിലേക്ക് എത്തുവാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതുവഴിയും രക്ഷാപ്രവർത്തകർ എത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. എത്രയും വേഗം കൂടുതൽ രക്ഷാപ്രവർത്തകരെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങൾ എത്തിക്കുവാനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് ഈ ഒരു ബെയിലി പാലം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ഇതിലൂടെ തന്നെ കൂടുതൽ ഊർജിതമാക്കി ഇന്ന് രക്ഷാപ്രവർത്തനം എല്ലാ മേഖലകളും കേന്ദ്രീകരിച്ച് നടത്താൻ സാധിക്കുമെന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം വളരെയധികം പ്രതികൂലമായിട്ടുള്ള ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ഹെലികോപ്റ്ററുകളൊക്കെ തന്നെ പോകുന്നതിന് വലിയ തടസ്സം നേരിട്ടിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് സംവിധാനങ്ങളും, കാരണം മഴ എന്ന് പറയുന്നത് രാവിലെ മുതൽ ആദ്യം ഘട്ടത്തിലൊരു ശമനമുണ്ടായിരുന്നു, പിന്നീട് അത് തുടർച്ചയായി പെയ്തു. ആ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പല ഘട്ടത്തിലും അത് പ്രതിസന്ധി ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ്. മഴ പെയ്യുന്തോറും ഈ ഒരു മേഖലയിൽ ഈ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ശക്തിയും കൂടുന്നുണ്ട്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഹിറ്റാജിയൊക്കെ ഉള്ളിലിറങ്ങി തിരച്ചിൽ നടത്തിയിരുന്നു. പിന്നീട് ഈ വെള്ളത്തിൻ്റെ ശക്തി ആർജിച്ചതോടുകൂടി തന്നെ മറുകരയിലേക്ക് മാറ്റിയിടേണ്ട സ്ഥിതിയുണ്ടായി. പിന്നീടാണ് ഇത്തരത്തിൽ വീണ്ടും ഈ പുഴയുടെ ഒഴുക്കിൻ്റെ ശക്തി കുറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ JCB അടക്കം ഹിറ്റാജി അടക്കം അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും ഇന്ന് നമുക്ക് ഈ പ്രതികൂല കാലാവസ്ഥയുണ്ടെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതിനു വേണ്ടിയിട്ടുള്ള നിർമ്മാണ
പ്രവർത്തനങ്ങളും രക്ഷാപ്രവർത്തകരൊക്കെ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ മുണ്ടക്കൈ ഭാഗത്തോട്ടുള്ള ഒരു സഞ്ചാരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള രക്ഷാപ്രവർത്തകർ. അവരൊക്കെ തന്നെ ഇവിടെ നിന്നും കുറച്ച് കിലോമീറ്ററുകൾ അപ്പുറം പോകേണ്ടി വരുമെന്നുള്ള കാര്യം തന്നെയാണ് അവർ സൂചിപ്പിച്ചത്. അതോടൊപ്പം തന്നെ അവിടേക്ക് എത്തിപ്പെടുന്ന ആദ്യഘട്ടത്തിൽ എത്തിപ്പെട്ട ബുദ്ധിമുട്ടൊക്കെ തന്നെ ഇവിടെയുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കിയിരുന്നു. കാരണം അവിടേക്ക് ഓരോ വീടുകൾക്ക് സമീപത്തേക്ക് എത്താൻ സാധിക്കാത്തത്ര ചെളി മൂടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നതിൽ ഇനി അവശേഷിക്കുന്നത് കുറച്ച് വീടുകൾ മാത്രമാണ്. ഇനി ഏതെങ്കിലും വീടുകൾക്കുള്ളിൽ ജീവനും തുടിക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു തെരച്ചിലാണ് അവരൊക്കെ തന്നെയും. എന്തായാലും ഈ കണ്ടുകിട്ടുന്നവരെയൊക്കെ തന്നെ എത്രയും വേഗം ഈ ചൂരൽമലയിലേക്ക് എത്തിക്കുന്നു. അതുവഴി ഈ പുഴ കടത്തിയാണ് മേപ്പാടിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ട ഗതാഗത സൗകര്യങ്ങളും, അതായത് ഈ ചൂരൽമലയിൽ നിന്നും മേപ്പാടിയിലേക്ക് പോകണമെങ്കിൽ കിലോമീറ്ററുകളുണ്ട്. ആ കിലോമീറ്ററുകളിലൊക്കെ തന്നെ ഈ മറ്റ് സന്നദ്ധ സംഘടനകളടക്കം ഈ ഗതാഗത സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആംബുലൻസുകൾ വരുന്നുണ്ട്, ആംബുലൻസുകൾക്ക് വഴിയൊരുക്കുന്ന ഒരു സംവിധാനം. അതോടൊപ്പം തന്നെ ഈ മറ്റ് സേവന പ്രവർത്തനങ്ങളുമായി സേവാഭാരതി അടക്കം സജീവമായുണ്ട്, ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ മേഖലകളിലും ആംബുലൻസുകളായാലും അതോടൊപ്പം ഈ ഇവിടെ നിന്നും എത്തിക്കുന്ന മൃതദേഹങ്ങൾ, അത് മൃതദേഹങ്ങളുടെ എണ്ണം നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഈ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ ബന്ധുക്കൾക്ക് വിട്ടു നൽകുന്ന ഈ മൃതദേഹങ്ങളും അതോടൊപ്പം തന്നെ അവിടെ ഉള്ള സേവാഭാരതിയുടെ ഒക്കെ നേതൃത്വത്തിൽ അത് ദഹിപ്പിക്കുവാനുള്ള മറ്റ് മാർഗങ്ങളും അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സംഘടനകൾ, ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വിവിധ വകുപ്പുകൾ, അവരൊക്കെ തന്നെ ഈ പ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ വേഗതയ്ക്ക് വേണ്ടി ഈ പാലം നിർമ്മാണവും നടക്കുകയാണ്. എന്തായാലും ഈ ദിവസം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് ഇത് തന്നെയാണ്. എത്രയും വേഗം ഈ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മനോജ് പറഞ്ഞതുപോലെ തന്നെ അതിവേഗത്തിൽ സൈന്യം ഈ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടെ തന്നെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചുകൊണ്ട് വലിയ വാഹനങ്ങളടക്കം സൗകര്യങ്ങളടക്കം സംവിധാനങ്ങളടക്കം മുണ്ടക്കൈ ഭാഗത്തേക്ക് എത്തിക്കാൻ കഴിയും. അതിലൂടെ കൂടുതൽ ആൾക്കാരെ, കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തി ഇക്കരയിലേക്ക് എത്തിക്കാൻ കഴിയും. മണ്ണിൽ ഇനിയും കാണാമറയത്തുള്ളവരെ കണ്ടെത്തി അവരെയും എത്തിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ദൗത്യസംഘം പുലർത്തുന്നത്.